അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മുരിങ്ങയ്ക്ക റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുള്ള ചില ഗുണങ്ങളെ പറ്റി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് പ്രതിരോധ ശേഷി കൂട്ടാൻ മുരിങ്ങയ്ക്ക ഒരുപാട് സഹായിക്കുന്നു. മുരിങ്ങക്കയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്നു. ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട്. ജലദോഷം, ചുമ, പനി എന്നീ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നതിൽ നിന്നും സംരക്ഷണം നൽകുന്നു. പതിവായി മുരിങ്ങയ്ക്ക കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, പ്രത്യേകിച്ച് തണുപ്പ് അധികമുള്ള ശൈത്യകാലങ്ങളിൽ. ജീവിതശൈലി രോഗങ്ങളെ തടയാൻ ഇത് മികച്ച രീതിയിൽ സഹായിക്കുന്നു. മുരിങ്ങക്കയിൽ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള സവിശേഷ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ആൻറ്റിബയോട്ടിക് ഏജന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മുരിങ്ങയിലയിലും മുരിങ്ങക്കയിലും പതിവായി കഴിക്കുന്നത് ശരീരത്തിലെ രക്തചംക്രമണം ക്രമീകരിക്കാനും മികച്ചതായി മാറ്റാനും സഹായിക്കുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താൻ പ്രത്യേകിച്ചിട്ടും ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മൺചട്ടിയിലാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു മുരിങ്ങയ്ക്ക മുളകിട്ട റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5-6 മുരിങ്ങയ്ക്ക, അതായത് മുരിങ്ങ വാളെടുത്തിട്ട് അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതേപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പഴുത്ത തക്കാളി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞങ്ങളുടെ കറിയൊക്കെ തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടെ പുളി ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പുളി നല്ല ഇഷ്ടമാണ്. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കൂടി കുടംപുളി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പുളി അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞങ്ങൾ യൂസ് ചെയ്ത പുളിയിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എനിക്കൊക്കെ കുറച്ച് പുളി ഉള്ള കറി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട്
ഞാൻ കുറച്ച് ചെറിയൊരു കഷ്ണം കുടംപുളി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് കടു പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി കറിയിലേക്കൊന്ന് താളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞങ്ങളുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ മുരിങ്ങയ്ക്കയുടെ ഇല കൊണ്ട് ഞങ്ങൾക്ക് നല്ല അടിപൊളി തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാ അതിൻ്റെ വീഡിയോ, ആ തോരനായിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു ദിവസം കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. ഇനി കറിവേപ്പില ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.